ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്രിസ്പി ഫ്രൈഡ് പ്രോൺസ് ആണ്. ഇത് ലഞ്ചിനോ ഡിന്നറിനോ ഒപ്പം സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 15 മീഡിയം സൈസ് പ്രോൺസ് ആണ്. ഇതിൻ്റെ 2 സൈഡിലെയും വെയിൻസ് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്താണ്. ഇതിൻ്റെ ടെയിൽ കളഞ്ഞിട്ടില്ല, അത് മുക്കി പൊരിക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. പ്രോൺസിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. പ്രോൺസ് മാരിനേറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. ഇതിനായിട്ടൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ പിരിയൻ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഐസ് വാട്ടർ ചേർത്ത് ദോശമാവിൻ്റെ പാകത്തിൽ കട്ട കെട്ടാതെ കലക്കിയെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാവുമ്പോൾ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഈ ബാറ്ററിൽ മുക്കി ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ടെയിൽ പോർഷനിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ പ്രോൺസും ഇതുപോലെ ഡിപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതൊന്ന് മറിച്ചിടാം. 2 സൈഡും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്കിട്ട് ആദ്യമുള്ള ഓയിൽ കളഞ്ഞെടുക്കാം. ബാക്കിയുള്ള പ്രോൺസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പീസുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.